പാലട പായസം റൺവീസ് വേൾഡ്. അതിനായി നമ്മൾ ആദ്യം ഗീ, കാഷ്യൂ, റൈസിൻ ഇതെല്ലാം ചൂടാക്കുക, സൈഡ് വയ്ക്കുക, ചൂടാക്കുക, സൈഡ് വയ്ക്കുക. ഗീയിൽ വേണം ചൂടാക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർഡമോണും ചൂടാക്കുക, അതുപോലെ നെയ്യിൽ. അത് കഴിഞ്ഞ് സൈഡിൽ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പാലൊഴിക്കുന്നു 1 ലിറ്റർ. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ലിറ്റർ വെള്ളം ഒഴിക്കുന്നു. ഇതെൻ്റെ സൈഡ് ഓഫ് കുക്കിംഗ് ആണ്. പിന്നെ നന്നായിട്ട് ഇളക്കുന്നു. പിന്നെ തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ് വിശേഷം? നമുക്ക് പെട്ടെന്ന് തന്നെ പാലട പായസം ഉണ്ടാക്കാത്ത ഒരു ചൗരിയാണ്. ചൗരി ഒന്ന് കഴുകുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നമ്മൾ ചൗരി എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ച് ഇച്ചിരി പാലൊഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കുക. ഇതേ സമയം നമ്മുടെ തിളച്ച പാലിലേക്ക് നമ്മുടെ പായസം മിക്സ്, പാലട പായസം മിക്സ് ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് പഞ്ചസാര എല്ലാം ഇതിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കണമെന്നില്ല. അത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ഒഴിക്കുക, കോക്കനട്ട് മിൽക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. 3/4 ഭാഗം വെന്ത ചൗരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിസ്മിസ് എല്ലാം കൂടെ വരി ഇതിനകത്ത് ഇടുക. നമ്മുടെ പാലട പായസം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കാണ് കിസ്മിസ് ഇടേണ്ടത്. നമ്മുടെ പായസം റെഡിയായിരിക്കുകയാണ് ഗായ്സ്. ഇനി ഏലക്ക ഒന്ന് ചതച്ച് പൊടിച്ചിട്ടാലും മതി. ഒരു നുള്ളിടും ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.